ഇന്നിന്റെ മക്കളൊരു ഹായ് പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ തുടങ്ങുന്നത്. അപ്പൊ ഞാനും മക്കളും വന്നിട്ടുള്ളത് ഒരു വലിയൊരു സന്തോഷവും അതിനോടൊപ്പം തന്നെ ചെറിയൊരു സങ്കടവും അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സന്തോഷം എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മമാർക്ക് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരുമിച്ചിട്ട് ഞങ്ങളിവിടെ 4 നിലകളിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ 4ാമത്തെ നിലയിലുള്ള അമ്മമാർ ഒത്തൊരുമിച്ചിട്ടൊന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ചിട്ട് ചായയും പലഹാരമൊക്കെ ഒരുമിച്ച് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഒരുമിച്ചിട്ടാണ് ഇന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ട് ഒരു ഒപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാവുന്നതിനേക്കാളും വേറൊരു വൈബാണിത്. നമ്മള് വെറുതെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് വന്നു പോയി. ഇനിയിപ്പൊ അതിനെ ആലോചിച്ച് സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലത് വന്നതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവല്ലേ. അപ്പൊ അങ്ങനെയുള്ള അമ്മമാർ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആരും പറഞ്ഞിട്ടും കരഞ്ഞിട്ടും തളർന്നിട്ടൊന്നും ഇരിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തോന്നി അത് തികയില്ലെന്നാവോ, നമുക്ക് കുറച്ച് കൽത്തപ്പം കൂടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ മൂസിനെയും അതേപോലെ നാജിയും എല്ലാവരും. അതിന്റെ ഇടയിൽ നെജായിരുന്നു ഫോണ് നോക്കി കളിക്കുന്നത്. ഭയങ്കര ചർച്ചയാണ് ഇവിടെ കേട്ടോ നടക്കുന്നത്. ഈ പലഹാരം വയനാട്ടിൽ ഈ രൂപത്തിലാണ്, മഞ്ചേരിയിൽ ഈ രൂപത്തിലാണ്. ഞങ്ങളൊക്കെ പല നാട്ടിലുള്ള ആളുകളാണ്. ആലപ്പുഴ ഇവിടെ താമസിക്കുന്നവര്, ആലപ്പുഴ ഉള്ളവരുണ്ട്, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂര്, എറണാകുളം, അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത് കുട്ടികളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കുടുംബം പോലെ ആയി. അപ്പൊ ഏകദേശം നമ്മുടെ മറ്റേ ഇതിനുള്ള കൽത്തപ്പത്തിനുള്ള മാവൊക്കെ റെഡിയായി. സത്യം പറഞ്ഞാൽ എനിക്ക് കൽത്തപ്പം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ഇവരൊക്കെ കൂടെ നിന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അതങ്ങനെ ബാറ്ററൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയിട്ട് അവള് ചോദിക്കുന്നുണ്ട് എവിടെ ഇതിലേക്കുള്ള ബിസിനസ് വണ്ടിപ്പരിപ്പൊക്കെ എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്ത് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കൽത്തപ്പൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി ചായയും പലഹാരമൊക്കെ എടുത്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഷിബിലിയുടെ റൂമിൽ വെച്ചിട്ടാണ് ചായയൊക്കെ കുടിക്കണത്. അപ്പൊ കുട്ടികളൊക്കെ കൊടുന്നിരുത്തി എല്ലാവരും അവർക്ക് തന്നെ ഒരു തമാശ കേട്ടോ. ഇതെന്താ ഇപ്പൊ ഇതെന്ന് വിചാരിച്ചു ഇടക്കൊക്കെ കൂടാറുണ്ട്, ഞങ്ങൾ പുറത്തൊക്കെ കൂടാറുണ്ട്. അപ്പൊ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കണ്ട നല്ല രസമാണ് ഇവര്. പുറമേന്ന് കാണുമ്പോൾ തോന്നും ഇവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സങ്കടം കേട്ടോ, എന്താണ് ഞങ്ങൾ കൊച്ചു അയാന്. അവരിവിടെ വന്നിട്ട് ഒരു 8 മാസത്തോളം ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവനെ ഇവിടെ വന്നതിന് ശേഷം നടക്കാൻ തുടങ്ങി. അങ്ങനെ അവര് പോവാണ്. അപ്പൊ ഞങ്ങള് മറ്റുള്ള റൂംമേറ്റ്സ് എല്ലാരും കൂടി ചേർന്നിട്ട് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ നമ്മളെ ജീവിതത്തിലൊരു സന്തോഷം. നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അത് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പറയണം കേട്ടോ. ഞങ്ങൾ എങ്ങനെയായാലും വന്നതിനെ പുല്ലുപോലെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനൊക്കെ തുടങ്ങിയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ അതൊരു സങ്കടമുള്ള ഒരു കാര്യമല്ലേ. ഒരുപാട് കാലം ഒരുമിച്ച് നിന്നിട്ട്. അപ്പോ ആ ഒരു സങ്കടത്തിലാണ് ഇപ്പൊ ഞങ്ങളെല്ലാവരും. അവൾക്ക് തിരിച്ചു പോവാന് സത്യം പറഞ്ഞാല് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ പേരൻസും കുട്ടികളും ഇതൊരു പ്രത്യേക ലോകമാണ്. നമ്മൾ ഒരേപോലെയുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഒരു പരിമിതി ഇല്ല. അവരാണ് ഇവിടുത്തെ എനിക്ക് എന്താണോ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് താഴേക്ക് അവരെ യാത്ര അയക്കാൻ വേണ്ടി പോവുക. അപ്പോ കുറച്ച് ആളുകൾക്കാണ് ലിഫ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. മറ്റടുത്ത ആളുകളൊക്കെ പിന്നെ ബേക്കിൽ വരും. അങ്ങനെ ആ സങ്കടം അവനും സങ്കടം, ഞങ്ങൾക്കും സങ്കടം, എല്ലാവർക്കും സങ്കടം. അങ്ങനെ അവള് മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. എന്താ ചെയ്യാ, ഓരോ സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിരിയണ്ടേ.
എന്തായാലും സന്തോഷത്തോടു കൂടിയാണല്ലോ പോണത്. കുട്ടിയായിട്ട് നടക്കാത്തൊരു കുട്ടീനായിട്ട് വന്നിട്ട് നടന്ന് തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ നാട്ടിൽ നിന്ന് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ ബ്രദറും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ജെബി എന്നാണ് അവളുടെ പേര്, മോന്റെ പേര് അയാനി. അപ്പൊ അവര് 2 വണ്ടികളിലായിട്ട് 2 കാറുകളിലായിട്ടാണ് നാട്ടിലേക്ക് പോണത്. അവരെ നാട് കോഴിക്കോടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ബായ്.